എല്ലാവർക്കും നമസ്കാരം. ആദംസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പോത്തീസ് ഒന്നാം സമ്മാനം കിയ കാർ. ഇത് ഒന്നാമത്തെ കാർ പാർക്കിംഗ് ഏരിയയാണ്. ഇത് രണ്ടാമത്തെ കാർ പാർക്കിംഗ് ഏരിയ. നമസ്കാരം. ഇതാണ് തിരുവനന്തപുരം പോത്തീസിൻ്റെ ഷോറൂം. ഇവിടെ നിന്ന് വലതു ഭാഗത്തോട്ട് പോകുന്നത് പാളയം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ലെഫ്റ്റിലോട്ട് പോകുന്നത് ഈസ്റ്റ് ഫോർട്ട് തമ്പാനൂർ പോകുന്ന റോഡാണ്. പോത്തീസ് ഷോറൂമിൻ്റെ 2-3 ബിൽഡിങ്ങുകൾക്ക് മുൻപായിട്ടാണ് ഒന്നാമത്തെ കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. ആ കാണുന്ന ഇവിടെയാണ് ഒന്നാമത്തെ പാർക്കിംഗ് ഏരിയ, കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഈസ്റ്റ് ഫോർട്ട് എന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പോത്തീസിൻ്റെ ഷോറൂം വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഒന്നാമത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അതാണ് ഇവിടെ നിന്ന് ഇതിനകത്തൂടെയാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. കാർ പാർക്കിങ്ങും 2 വീലർ പാർക്കിങ്ങും വരുന്നത്. നമുക്കിതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. കമോൺ, വരൂ. ഇവിടെ ഈ വലത് ഭാഗത്ത് കാണുന്ന ഒരു വിങ്ങും ഇതേപോലെ ഒരു 4 വിങ് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ള വഴിയിലും ഇത് തന്നെയാണ്. ആ ലെഫ്റ്റ് സൈഡിലാണ് 2 വീലർ പാർക്കിംഗ് വരുന്നത്. ഇത് രണ്ടാമത്തെ വിങ്ങാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് 2 വീലർ വരുന്നത്, 2 വീലർ പാർക്കിംഗ്. കണ്ടോ, ഇതാണ് 2 വീലർ പാർക്കിംഗ്. അപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾക്ക് യാതൊരുവിധ കേടുപാടും കൂടാതെ മഴയും വെയിലും ഒന്നും അടിക്കാത്ത രീതിയിലാണ് ഇവർ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് 3ാമത്തെ സ്ഥലമാണ്. ഇതിൻ്റെ താഴെ 4ാമത്തെ സ്ഥലം കാർ പാർക്കിങ്ങിൻ്റെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് നേരെ താഴോട്ട് പോയാൽ മതി. ഇനി പോകുന്ന വഴി തന്നെ പുറകോട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് പോയി ഇറങ്ങുന്നത് SL തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. SL തിയേറ്ററിൻ്റെ മുന്നിലൂടെയുള്ള ഈ റോഡ് വരുന്നത് 1 വേ ആണ്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടുന്നത്. ലെഫ്റ്റിലോട്ട് പോകുന്നത് തമ്പാനൂർ കിഴക്കേക്കോട്ട ഭാഗമാണ്. വലത് ഭാഗത്തോട്ട് പോകുന്നത് വഞ്ചിയൂരിൽ നിന്ന് വരുന്ന റോഡാണ്. ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പാടില്ല. ഇത് 1 വേ ആണ്. ഇതിന് സ്ട്രെയിറ്റ് കാണുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്ന റോഡാണ്. ഇത് വഞ്ചിയൂരെന്ന് വരുന്ന റോഡാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നാലും പോത്തീസിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഓണത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ തിരക്കാണ്. എപ്പോഴും വളരെ തിരക്കാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ വലത് ഭാഗത്ത് ഗ്രൈൻഡർ, മിക്സി ഇവയുടെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസ്കൗണ്ട് ഏരിയ ആയിട്ടാണ് വരുന്നത്. ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് അകത്തുള്ള സാരി സെഷനാണ്. സാരി സെഷൻ തന്നെ ഭയങ്കരമായ തിരക്കാണ്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു അബദ്ധം പറ്റി. 2ാമത്തെ നിലയിലൊന്നും കയറി പോകാൻ പറ്റിയില്ല. അവിടെ തന്നെ അതായത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് പോകുമ്പോൾ വളരെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം. നമ്മൾ സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ലഭിക്കും. അപ്പോൾ ഇതിലിവിടെ നിന്ന് എല്ലാവരും അതിൻ്റെ ഒരു കൂപ്പൺ ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ്. അതിൽ 1ാം സമ്മാനം ലഭിക്കുന്നത് ഈ കിയ കാറാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാവരും ആ കൂപ്പൺ ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ്. ഇനി നമുക്ക് 2ാമത്തെ പാർക്കിംഗ് ഏരിയ പോയി നോക്കാം എവിടെയാണെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആയുർവേദ കോളേജ് ജംഗ്ഷനാണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലാണ് ഭീമ ജ്വല്ലറി അടുത്താണ് പോത്തീസ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. ഇതാണ് ആയുർവേദ കോളേജ് ജംഗ്ഷൻ. ഈ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡ്. പോത്തീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റിലോട്ട് റോഡ്, അതായത് ധന്യരമ്യ തിയേറ്റർ പോകുന്ന റോഡാണ്. ആ റോഡിലാണ് പോത്തീസിൻ്റെ 2ാമത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട്. ഉണ്ടോ, ഈ റോഡിൽ ആ സ്ട്രെയിറ്റ് കാണുന്ന ആ മഞ്ഞ ബോർഡ്. മുൻപ് ഇവിടെ ധന്യരമ്യ തിയേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ധന്യരമ്യ തിയേറ്റർ റോഡെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെയും വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് പോത്തീസ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. എത്ര തന്നെ തിരക്ക് പിടിച്ചിരുന്നിരുന്നാലും നമുക്കിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദ കോളേജിൽ നിന്ന് വേറെ റോഡാണ്. കണ്ടോ, ഇത്രയും വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണുള്ളത്. ഏകദേശം 300-400ഓളം കാറുകൾ ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ റോഡിൻ്റെ വലതു ഭാഗത്തോട്ട് പോകുന്ന റോഡ് വീണ്ടും നേരെ പോകുന്നത് വഞ്ചിയൂർ ഭാഗത്തോട്ടാണ്. ആ റോഡ് നേരെ പോകുന്നത് വഞ്ചിയൂർ ഭാഗത്താണ് പോകുന്നത്.
വളരെ വിശാലമായിട്ടാണ് ഈ പാർക്കിംഗ് ഏരിയ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെയോ ഈ സ്ഥലം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.